നമസ്കാരം. ഭാരതത്തിൽ ഏത് സമയത്തും ഒരു ഭീകരാക്രമണം നടക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ കേന്ദ്ര ഏജൻസികൾ ഉൾപ്പെടെ അതീവ ജാഗ്രതയിലാണ് നിൽക്കുന്നത്. ഓരോ ദിവസവും രാജ്യത്ത് ഭീകരപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വലിയൊരു സംഘത്തെ തന്നെ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയും ദില്ലി പോലീസും, അതായത് ഓരോ സംസ്ഥാനത്തിലെയും ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് അടക്കം പിടികൂടുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഇന്ത്യ പാകിസ്ഥാന്റെ പ്രധാന കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയിരുന്നു. അതായത് പാകിസ്ഥാന്റെ 11 വ്യോമത്താവളങ്ങൾ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയത്. അതിൽ 8 വ്യോമത്താവളങ്ങൾ, 3 ഹാങ്കറുകൾ, 4 റഡാറുകൾ എന്നിവ തകർത്തു. ഒരു C-130 വിമാനവും ഒരു AEWC വിമാനവും 5 യുദ്ധവിമാനങ്ങളും ഇന്ത്യൻ സൈന്യം തകർത്തിരുന്നു. ഓപ്പറേഷൻ സിന്ദൂരിൽ പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കാശ്മീരിലെയും 9 ഭീകര കേന്ദ്രങ്ങളാണ് തകർത്തത്. 100-ലധികം ഭീകരരെ ഇന്ത്യൻ സൈന്യം വധിച്ചു. മെയ് 10 വരെ നീണ്ട സംഘർഷം പാകിസ്ഥാൻ മുൻകൈയെടുത്ത് നടപ്പാക്കിയ വെടിനിർത്തൽ ധാരണയിലാണ് അവസാനിച്ചത്. പാകിസ്ഥാന്റെ വിമാനത്താവളങ്ങളിൽ വരെ ഇന്ത്യൻ സൈന്യം വൻ ആക്രമണമാണ് നടത്തിയത്. അതായത് പാകിസ്ഥാന് അവരുടെ എയർബേസിൽ നിന്നും വിമാനം ടേക്ക് ഓഫ് പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഇന്ത്യൻ സൈന്യമാക്കി. അതായത് അവരുടെ വിമാനത്താവളങ്ങളിലെ റൺവേ മൊത്തത്തിൽ തകർത്ത് തരിപ്പണമാക്കി എന്നതാണ് വസ്തുത. പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിച്ചു എന്നൊക്കെ ഷഹബാസ് ഷെരീഫ് ഉൾപ്പെടെ അവകാശവാദം ഉന്നയിക്കുന്ന സമയത്തൊക്കെയാണ് കേണൽ സോഫിയ ഖുറേഷിയുടെ നേതൃത്വത്തിൽ ഒരു ബ്രീഫ് പ്രസ് മീറ്റ് തന്നെ ഇന്ത്യൻ ആർമി നടത്തിയത്. അതിൽ ഇന്ത്യ എത്രത്തോളം പാകിസ്ഥാനിൽ നഷ്ടം വരുത്തിയെന്ന് സോഫിയ ഖുറേഷിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ സൈന്യം തന്നെ അവരുടെ വീഡിയോ വാളിലിട്ട് ഓരോ ദൃശ്യങ്ങളും കാണിച്ചതാണ്. അതിർത്തിയിൽ സംഘർഷം പൊകിയുന്നതിനിടെ ഭാരതത്തിനെതിരെ പ്രകോപനം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനയുമായി പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. ഇനിയൊരു യുദ്ധമുണ്ടായാൽ അതിർത്തിയിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ലെന്നും ഇന്ത്യൻ ഭൂപ്രദേശത്തിന്റെ ഉള്ളിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തുമെന്നും RSS ക്യാമ്പുകൾ ലക്ഷ്യമിടുമെന്നുമാണ് ഖ്വാജ ആസിഫിന്റെ അവകാശവാദം. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഇന്ത്യയുടെ ആക്രമണത്തിൽ വിറച്ച പാകിസ്ഥാൻ ആകെ നാണം കെട്ടിരിക്കുന്ന ഒരവസ്ഥയിൽ പലതവണ ഇന്ത്യയെ ആക്രമിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. അതായത് പഞ്ചാബിലും അതോടൊപ്പം തന്നെ ഈ അടുത്തിടെ ചെങ്കോട്ടയിലും അടക്കം ഒരു ആക്രമണമൊക്കെ നടത്താനുള്ള ഒരു ലക്ഷ്യം വച്ചിരുന്നുവെങ്കിലും അത് പാകിസ്ഥാൻ വിചാരിച്ച തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായില്ല. അത് ആദ്യമേ തന്നെ ഇന്ത്യൻ സൈന്യവും അതോടൊപ്പം തന്നെ രഹസ്യാന്വേഷണ വിഭാഗവും അത് തകർത്ത് പാകിസ്ഥാന്റെ കയ്യിൽ തന്നെ കൊടുത്തതാണ്. പക്ഷെ അതെല്ലാം അതിവിദഗ്ധമായി തന്നെ ഇന്ത്യൻ സൈന്യം തകർത്തു എന്നത് മറ്റൊരു പ്രധാന കാര്യമാണ്. നിലവിൽ പഹൽഗാം ഭീകരാക്രമണത്തിന്റെയും ഓപ്പറേഷൻ സിന്ദൂറിന്റെയും 1ാം വാർഷികത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് പാകിസ്ഥാൻ പുതിയ മുന്നറിയിപ്പുമായി രംഗത്തെത്തിയത്. ഇന്ത്യയുമായുള്ള ഏതൊരു ഭാവി സംഘർഷത്തിനും അതിവേഗത്തിലും നിർണായകമായ മറുപടി നൽകുമെന്നാണ് പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഖ്വാജ ആസിഫ് പറഞ്ഞിരിക്കുന്നത്. എന്ത് മറുപടിയാണ് എന്നറിയില്ല. കാരണം യുദ്ധമാണെങ്കിൽ അമേരിക്കയുടെ ആയുധപ്പുരയിൽ തുരുമ്പടിച്ച കുറെ ആയുധങ്ങളുണ്ട്. അത് കാലങ്ങളായി അമേരിക്ക പാകിസ്ഥാന് കുറഞ്ഞ വിലയ്ക്ക് വിൽക്കുന്നുണ്ട്. അത് വച്ചിട്ടാണ് ഇന്ത്യയെ ആക്രമിക്കാൻ നടക്കുന്നതെങ്കിൽ പാകിസ്ഥാൻ ഇനി ഭൂപടത്തിൽ നിന്ന് തന്നെ പാകിസ്ഥാൻ ഇല്ലാതാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് അമേരിക്ക കൊടുത്ത കുറച്ച് ആയുധങ്ങൾ വെച്ചിട്ടാണ് പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കാനായിട്ട് വന്നത്. അത് ആകാശത്ത് വെച്ച് തന്നെ ഇന്ത്യൻ സൈന്യം അതിനെ തകർത്തു തരിപ്പണമാക്കിയെന്നത് മറ്റൊരു കാര്യമാണ്. പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ മറവിൽ പാകിസ്ഥാൻ ഏതെങ്കിലും തരത്തിലുള്ള സാഹസത്തിന് മുതിർന്നാൽ ഇന്ത്യയുടെ പ്രതികരണം അഭൂതപൂർവമായിരിക്കുമെന്ന് ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കഴിഞ്ഞ ദിവസം ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഖ്വാജ ആസിഫിന്റെ പ്രതികരണമുണ്ടായത്. തിരുവനന്തപുരത്ത് ഒരു ചടങ്ങിൽ സംസാരിക്കവെയാണ് രാജ്നാഥ് സിംഗ് പാകിസ്ഥാന് കർശനമായ മുന്നറിയിപ്പ് നൽകിയത്. ഓപ്പറേഷൻ സിന്ദൂർ വഴി വെറും 22 മിനിറ്റിനുള്ളിൽ ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനെ മുട്ടുകുത്തിച്ചത് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ ഇതുവരെ അവസാനിച്ചിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ്. 2025 ഏപ്രിൽ 22-ന് പഹൽഗാമിൽ ലഷ്കർ ഭീകരർ 25 വിനോദസഞ്ചാരികളെ കൊലപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചത്.